നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ബഹ്റൈൻ അടക്കമുള്ള GCC രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ചൈനയിലേക്ക് വിസരഹിത യാത്രാനുമതി പ്രഖ്യാപിച്ചു. ബഹ്റൈനികൾക്ക് ചൈനയിലേക്ക് ഒരു വർഷത്തേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാനുള്ള അനുമതി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് മാ വെനിങ് ആണ് നൽകിയത്. ഇതോടെ ജൂൺ 9 മുതൽ 2026 ജൂൺ 8 വരെ യാത്ര ചെയ്യുന്നവർക്ക് പാസ്പോർട്ടും ടിക്കറ്റും ഉണ്ടെങ്കിൽ ചൈന സന്ദർശിക്കാം. നേരത്തെ UAE-ക്കും ഖത്തറിനും പൂർണ്ണ വിസ ഇളവുകൾ ചൈന നൽകിയിരുന്നു. നിലവിൽ ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ എന്നിവരെ കൂടി ഉൾപ്പെടുത്തിയാണ് പ്രഖ്യാപിച്ചത്. ബഹ്റൈനിലെ കായംകുളം പ്രവാസി കൂട്ടായ്മയുടെ KPKB സൗഹൃദ സംഗമം 2025 മെയ് 30 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് സൽമാനിയ കലവറ പാർട്ടി ഹാളിൽ സംഘടിപ്പിക്കും. കായംകുളം പ്രദേശത്തെ ആളുകൾക്ക് ഒത്തുചേരാനും അവരുടെ സാംസ്കാരിക ബന്ധങ്ങൾ ആഘോഷിക്കുവാനും ഒരു മികച്ച അവസരമായിരിക്കുമെന്ന് പ്രസിഡന്റ് അനിൽ ഐസക്, ജനറൽ സെക്രട്ടറി ജയേഷ് താന്നിക്കൽ, ട്രഷറർ തോമസ് ഫിലിപ്പ് എന്നിവർ അറിയിച്ചു. പ്രോഗ്രാമിൽ ഈ വർഷത്തെ SSLC, +2, CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കൂട്ടായ്മയിലെ കുട്ടികളെ KPKB വിദ്യാരത്ന അവാർഡ് 2025 നൽകി ആദരിക്കും. അതോടൊപ്പം ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ നേതൃത്വത്തിൽ ഇടത്തോടി ഫിലിംസ് GCC-യിൽ ആദ്യമായി ബഹ്റൈനിൽ ചിത്രീകരിച്ച ആദ്യ ആന്തോളജി സിനിമയായ ഷെൽട്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 3D സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ മലയാളത്തിലെ ആദ്യ ഹ്രസ്വ ചിത്രമായ സ്റ്റാർസ് ഇൻ ഡാർക്ക്നെസ് സംവിധായകരെയും പരിപാടിയിൽ ആദരിക്കും. കൂട്ടായ്മ ഈ വർഷം മുതൽ കലാകായിക മേഖലയെ ഏറ്റവും നന്നായി സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് സുവർണ ലൈഫ് ലൈൻ അവാർഡ് കൊടുക്കുവാനും തീരുമാനിച്ചു. ആദ്യ അവാർഡിന് അർഹയായിരിക്കുന്നത് ഇടത്തോടി ഫിലിം പ്രൊഡക്ഷൻസ് മേധാവി ഇടത്തോടി ഭാസ്കരനാണ്. ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ നിർവഹിക്കും. BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, സാമൂഹ്യ പ്രവർത്തകനായ KT സലീം, ഡോക്ടർ അതുല്യ ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. തുടർന്ന് കൂട്ടായ്മയിലെ കുട്ടികളുടെ കലാപരിപാടികളും ടീം തരംഗ് മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഷോയും ഉണ്ടായിരിക്കും. പരിപാടിക്ക് ഏവരുടെയും പിന്തുണയുണ്ടാവണമെന്ന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അനസ് റഹീം, സഹ കൺവീനർ അതുൽ എന്നിവർ അറിയിച്ചു. ബഹ്റൈൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 5ാമത് 2020 നാടൻ പന്തുകളി ടൂർണമെന്റ് നാളെ വെള്ളിയാഴ്ച മെയ് 30 വൈകുന്നേരം 3 മണിക്ക് ന്യൂസ് ഇഞ്ച് മൈതാനിയിൽ ആരംഭിക്കും. ടൂർണമെന്റിൽ കുമാരനെല്ലൂർ, വാകത്താനം, മീനടം, ചമ്പക്കര എന്നീ 4 ടീമുകൾ ഏറ്റുമുട്ടും. ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് വ്യക്തിഗത സമ്മാനങ്ങൾ നൽകുന്നതാണ്. നാളെ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചമ്പക്കര ടീം വാകത്താനം ടീമിനെ നേരിടുമെന്ന് ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ സന്തോഷ് പുതുപ്പള്ളി അറിയിച്ചു. കേരള യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ് രൂപീകൃതമായതിന്റെ 15ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന കേരള യുണൈറ്റഡ് FC ചാമ്പ്യൻസ് കപ്പ് ആൻഡ് മാസ്റ്റേഴ്സ് കപ്പ് മെയ് 29, 30, ജൂൺ 7, 8 തീയതികളിലായി അൽ ഹല്ലി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 8:30 മുതൽ 11:30 വരെ നടക്കും. അമേച്ചർ കാറ്റഗറിയിൽ കേരള ഫുട്ബോൾ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത 16 ടീമുകളും വെറ്ററൻസ് കാറ്റഗറിയിൽ 8 പ്രമുഖ ടീമുകളും പങ്കെടുക്കുന്നു. ബഹ്റൈൻ ഇന്ത്യൻ സ്കൂളിൽ വിവിധ പരിപാടികളോടെ ടെക്നോ ഫെസ്റ്റ് ആഘോഷിച്ചു. ഇസാ ടൗൺ ക്യാമ്പസിൽ നടന്ന വാർഷിക ടെക്നോ ഫെസ്റ്റിൽ 4 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇന്ത്യൻ ദേശീയ ശാസ്ത്ര സാങ്കേതിക ദിനത്തോടനുബന്ധിച്ച് സയൻസ് വിഭാഗമാണ് വിദ്യാർത്ഥികളെ ശാസ്ത്ര പര്യവേക്ഷണം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന വിപുലമായ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ശാസ്ത്ര വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള മോഡൽ നിർമ്മാണം, പോസ്റ്റർ രൂപകൽപ്പന, ഡിസ്പ്ലേ ബോർഡ് അവതരണങ്ങൾ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്കൂൾ അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. പ്രിൻസിപ്പൽ VR പളനിസ്വാമി, സീനിയർ സ്കൂൾ ആൻഡ് അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, മിഡിൽ സെക്ഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, വകുപ്പ് മേധാവികൾ, പ്രധാന അധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി V രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി എന്നിവർ ജേതാക്കളെയും അധ്യാപകരെയും അഭിനന്ദിച്ചു. NRI കൗൺസിൽ ഓഫ് ഇന്ത്യ ദേശീയ ചെയർമാനും ആദ്യകാല പ്രവാസി സംഘാടകനും പത്രപ്രവർത്തകനുമായ പ്രവാസി ബന്ധു ഡോക്ടർ S അഹമ്മദ്, ന്യൂദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ആക്ടീവേഴ്സ് കൗൺസിലിന്റെ 2025 രാഷ്ട്രീയ രത്ന പുരസ്കാരം ന്യൂദില്ലി സാമ്രാട്ട് ഇന്റർനാഷണൽ കൺവെൻഷൻ ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സ്വീകരിച്ചു. ദില്ലി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഡോക്ടർ അനുരുദ് ലാൽ, മുൻ കേന്ദ്രമന്ത്രിയും BJP സെൻട്രൽ കമ്മിറ്റി മുതിർന്ന അംഗവുമായ ഡോക്ടർ രാജ്മാൻ മേന്ദ്ര സിംഗ്, ജൂറി ചെയർമാനും ദില്ലി MLA അഡ്വക്കേറ്റ് സോമനാഥ് ഭാരതി, അഖില ഭാരതീയ ഹിന്ദു മഹാസഭ പ്രസിഡന്റ് മുന്നകുമാർ, GSC ചെയർമാൻ അഡ്വക്കേറ്റ് R ശെൽവൻ എന്നിവരിൽ നിന്നും അവാർഡും കീർത്തിപത്രവും സ്വീകരിച്ചു. മടങ്ങിയെത്തിയ പ്രവാസികൾക്കായി നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അഹമ്മദിനെ അവാർഡിനായി പരിഗണിച്ചത്. 2019, 2024 എന്നീ വർഷങ്ങളിലും GSC അഹമ്മദിനെ അവാർഡുകൾക്ക് തിരഞ്ഞെടുത്തിരുന്നു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള.
Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. സൗദിയിലെ പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിന്റെ സാഹചര്യത്തിൽ ഹജ്ജ് തീർത്ഥാടകരുടെ സാഹചര്യങ്ങളെ മാനിച്ചും സുരക്ഷ ഉറപ്പാക്കിയും ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ വെള്ളിയാഴ്ചകളിലെ പ്രഭാഷണവും പ്രാർത്ഥനയും ചുരുക്കണമെന്ന് മക്ക മദീന വിശുദ്ധ പള്ളികളുടെ മതകാര്യ വകുപ്പ് മേധാവി ഷെയ്ഖ് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ സുദൈസ് നിർദ്ദേശിച്ചു. കനത്ത ചൂടാണ് കഴിഞ്ഞ ആഴ്ച മുതൽ ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടത്. നിലവിൽ 40 ഡിഗ്രി വരെയാണ് കൂടിയ ചൂട് അനുഭവപ്പെടുന്നത്. വരുന്ന ദിവസങ്ങളിൽ ചൂട് കൂടാനുള്ള സാധ്യതയും ഏറെയാണ്. വെള്ളിയാഴ്ച പ്രഭാഷണവും പ്രാർത്ഥനയും സംബന്ധിച്ചുള്ള സംക്ഷിപ്ത മാർഗനിർദ്ദേശത്തിലാണ് മതകാര്യ വകുപ്പ് മേധാവിയുടെ നിർദ്ദേശം. വെള്ളിയാഴ്ച പ്രഭാഷണവും പ്രാർത്ഥനയും 15 മിനിറ്റിൽ കൂടരുതെന്നും നിർദ്ദേശമുണ്ട്. പാക് അധിനിവേശ കശ്മീർ ഒരിക്കൽ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ വലിയ തിരിച്ചടി നൽകി. കടുത്ത ആക്രമണം വീണ്ടും നടത്താമായിരുന്നു, പക്ഷേ ഇന്ത്യ സംയമനം പാലിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദികൾ പഹൽഗാമിൽ നടത്തിയത് മാനവികതയ്ക്കും ഇന്ത്യയുടെ ഐക്യത്തിനും എതിരായ ആക്രമണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. ഇന്ത്യ ഒറ്റക്കെട്ടായി അതിന് മറുപടി നൽകിയെന്നും മോദി അറിയിച്ചു. സിക്കിം സംസ്ഥാന രൂപീകരണത്തിന്റെ 50ാം വാർഷിക പരിപാടിയിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മോദി. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. വിവിധ സംസ്ഥാനങ്ങളിലായി മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. കേരളം കൂടാതെ മഹാരാഷ്ട്ര, കർണാടക, ഹരിയാന, പഞ്ചാബ്, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ 519 ആക്ടീവ് കോവിഡ് കേസുകളും 3 മരണവുമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ 86 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ ആക്ടീവ് കേസുകൾ 383 6 കോവിഡ് മരണങ്ങളും മഹാരാഷ്ട്രയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. ചണ്ഡീഗഡിൽ 40 വയസ്സുള്ള UP സ്വദേശി കോവിഡ് ബാധിച്ചു മരിച്ചു. കർണാടകയിൽ 26 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ ആക്ടീവ് കേസുകൾ 126 ഉയർന്നു. ഹരിയാനയിൽ 12 ആക്ടീവ് കേസുകളാണ് നിലവിലുള്ളത്. അരുണാചൽ പ്രദേശിലും ഈ വർഷത്തെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തു. MSC എൽസാത്രി അപകടം കേരള സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. കപ്പൽ അവശിഷ്ടത്തിന്റെ ഗുരുതരമായ പാരിസ്ഥിതിക, സാമൂഹിക, സാമ്പത്തിക ആഘാതം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാന സർക്കാരാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയത്. കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളും ഇന്ധന ചോർച്ചാ സാധ്യതയും ആശങ്കയുയർത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതിനാൽ കടലിൽ രാസവസ്തുക്കൾ അടക്കം പകരുന്നത് തടയാൻ പുതിയ നടപടിക്രമങ്ങൾ സ്വീകരിക്കും. മെയ് 24 ശനിയാഴ്ചയാണ് കേരള തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ MSC എൽസാത്രി എന്ന ലൈബീരിയൻ കപ്പൽ അറബിക്കടലിൽ ചെരിഞ്ഞത്. തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെ 24 ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയിരുന്നു. കപ്പലിൽ നിന്ന് നിരവധി കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിരുന്നു. ഇവയിൽ 54 എണ്ണം തീരത്തടിഞ്ഞിട്ടുണ്ട്. കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങി. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.